ഹലോ ഗൈസ്, നട്ടുച്ചയ്ക്ക് കോഴിക്കോട് ബീച്ചിൽ കൂടെ കറങ്ങിയിട്ടുണ്ടോ? ഇന്ന് ഞാനും ഭീമനും കൂടി ഒന്ന് കറങ്ങി. ടൗണിൽ നിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ബീച്ചിൽ പോയി ഒരു ഐശ്വര്യத்தைയും കൂടി കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് ഞാനാണ് ഭീമനോട് പറഞ്ഞത്. പക്ഷേ പറയണ്ടില്ലേന്ന് ഇവിടെ എത്തിയപ്പം തോന്നി. വെയിൽ എന്നൊക്കെ പറഞ്ഞാൽ കത്തിപ്പോകുന്ന സൈസ് വെയിലേ. പക്ഷെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇച്ചാതി ചൂടുള്ള വെയിലത്തും ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി തണലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാമെന്ന് കരുതി കുറേ ദൂരം മുന്നോട്ടേക്ക് പോയതല്ലാതെ ഒരു തണലുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം തണലിലോടത്തിലൊക്കെ ഓൾറെഡി കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭീമൻ പറഞ്ഞു ഇനിയും തണൽ നോക്കി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടെത്തും, തൽക്കാലം നമുക്ക് ഇവിടെ ഇങ്ങനെ സൈഡാക്കാന്ന്. അങ്ങനെ വണ്ടി വെയിലത്ത് വെച്ച് ഞങ്ങൾ പതുക്കെ ബീച്ചിലേക്ക് ഇറങ്ങി. എന്തൊക്കെ പറഞ്ഞാലും കോഴിക്കോട് ബീച്ചിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ വരണം. അത് ഞായറാഴ്ച വൈകുന്നേരം വന്നാൽ ഒരു വേറെ വൈബ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ദിവസം ഞായറാഴ്ച വൈകുന്നേരം നമുക്ക് ഇവിടേക്ക് അടുക്കാനും കൂടി പറ്റില്ല, അത്രയ്ക്കും തിരക്കായിരിക്കും. ഇപ്പം നമുക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കടയിൽ കയറി ഐശ്വര്യയോ ചായയൊന്നും കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഞായറാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ ഉച്ചയാകുമ്പം തന്നെ ആൾക്കാർ വന്ന് ഇവിടെ തിരക്കായി തുടങ്ങും. പിന്നെ എല്ലാ കടകളിലും ഭയങ്കര തിരക്കായിരിക്കും. എന്തെങ്കിലും ഒരു സാധനം കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഇവിടെ ഇനിയും കുറേ കടകൾ തുറക്കാനും ഉണ്ട്. അതൊക്കെ വൈകുന്നേരം ആവുന്നതോടു കൂടിയാണ് തുറക്കുക. കാരണം ഇപ്പം അത്ര ആൾക്കാരില്ല. വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ തിരക്ക് കൂടും, അപ്പം കച്ചവടം കൂടും. അപ്പം വൈകുന്നേരങ്ങളിലേക്ക് തുറക്കാനുള്ള കടകളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ നടന്ന് ഞങ്ങളൊരു ഐശ്വര്യത്തിൻ്റെ കടയിൽ കയറി. അവിടുന്ന് 2 മിക്സ്ഡ് ഐശ്വര്യയും പറഞ്ഞു. കോഴിക്കോട് ബീച്ചിലെ ഐശ്വര്യത്തിനെ കുറിച്ച് പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. ഇവിടുത്തെ ഐശ്വര്യത്തി എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. ചിലർ മിക്സ്ഡ് വാങ്ങും, ചിലർ മധുരം, ചിലർ എരിവ്. എന്തായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ഈ ചൂടത്ത് നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ നല്ലൊരു ഐശ്വര്യത്തി അത് കുടിക്കുമ്പം കിട്ടുന്നൊരു സുഖമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കുടിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഞാനിവിടുന്ന് ഐശ്വര്യത്തിൽ കുടിക്കാറുള്ളതൊക്കെ മിക്സഡാണ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റാണ് ഭയങ്കര ഇഷ്ടം. എരിവും മധുരവും പുളിയും എല്ലാം കൂടി മിക്സായി വരുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ട്, അതാണ് എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ ഞങ്ങൾ ഐശ്വര്യത്തൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വണ്ടി നിർത്തിയിട്ടടുത്തേക്ക് പോകാൻ തുടങ്ങി. ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോകാമെന്ന് കരുതി. കുറച്ച് നല്ല കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് പോവാം. ഒരുപാട് ആൾക്കാർ തിരമാലിലൊക്കെ കളിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ അങ്ങനെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഒരു രസമാണ് അതൊക്കെ. പക്ഷേ ഈ നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ട് കളിക്കുന്നത് കാണുമ്പോൾ അത്ര രസം കൊണ്ട് തോന്നുന്നില്ല. കുറേ ആൾക്കാർ തിരമാലേൻ്റെ നടുവിൽ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നു. ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ മുന്നോട്ടേക്ക് നടന്നു. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ, ചിലർക്ക് ഇതായിരിക്കും അവരുടെ ഇഷ്ടങ്ങൾ, അവരാസ്വദിക്കട്ടെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കോഴിക്കോട് ബീച്ചിൽ വന്നാൽ സമയം പോകുന്നതേ അറിയില്ല. കയ്യിൽ കുറച്ച് ക്യാഷും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് കാറ്റും കൊണ്ട് കറങ്ങി നടക്കാൻ ഇതിലും ബെസ്റ്റ് സ്ഥലം വേറെ ഇല്ല.